നമ്മൾ അവസാനം കണ്ടുപിടിച്ച് മച്ചന്മാരെ കണ്ടുപിടിച്ച ചേട്ടനാണ് വേണ്ടി വരുന്നത്. ചേട്ടനെ നമുക്ക് തടഞ്ഞു നിർത്താം കേട്ടോ. ചേട്ടാ ബീച്ചേട്ടനാണോ? അതെ അതെ. ചേട്ടനാണോ കഴിഞ്ഞ ദിവസം പൈസ കളഞ്ഞത്? അതെ, എനിക്ക് കിട്ടി. ആണോ? ചേട്ടാ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? പിന്നെന്താ കാരണം ഒരു ഓട്ടോക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ അറിയണേ. എനിക്ക് കിട്ടി ATM-ൽ നിന്ന്. വണ്ടി ഒന്ന് ഒതുക്കി നിർത്തുവോ? അപ്പം ഇതാണ് നമ്മുടെ ബീച്ചേട്ടൻ. ഈ സൈഡിലൂടെ നിർത്തുക. ഇതാണ് നമ്മുടെ ബീച്ചേട്ടൻ. ഈ ബീച്ചേട്ടനാണ് കഴിഞ്ഞ ദിവസം ATM-ൽ നിന്ന് പൈസ കിട്ടിയത്. മൈക്കൊന്ന് കറക്റ്റ്. ചേട്ടാ എന്തായിരുന്നു ചേട്ടാ സംഭവം ഒന്ന് പറയാമോ? ഞാൻ സ്റ്റാൻഡ് നിൽക്കുമായിരുന്നു. സ്റ്റാൻഡ് നിൽക്കുമ്പം ചെറുക്കപ്പടിക്കുള്ളൊരു ഓട്ടോ ഡ്രൈവർ വന്നിട്ട് പറഞ്ഞു പുള്ളിയുടെ ഒരു 11,000 രൂപ ഒന്ന് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കാർഡ് മേടിച്ച് ATM-ൽ കയറിയപ്പം ATM-ൻ്റെ മെഷീനകത്ത് ഒരു പൈസ ഇരിക്കുന്നു. ഞാൻ ആ പൈസ എടുത്തു. കാരണം എനിക്ക് എടുത്താൽ മാത്രമേ ഈ പുള്ളിക്ക് പൈസ എടുത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ആ പൈസ എടുത്ത് എണ്ണി നോക്കിയപ്പം പിന്നെ 10,000 രൂപ ഉണ്ട്. അപ്പം ഞാൻ 11,000 രൂപ മറ്റേ പുള്ളിക്ക് എടുത്ത് കൊടുക്കേണ്ടി. ചെറുക്കപ്പടിക്കുള്ള ഒരു ഡ്രൈവറാണ്. അപ്പൊ പുള്ളിക്ക് ATM-ൽ നിന്ന് എടുക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് പുള്ളിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പം എന്നോട് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എടുക്കാൻ ചെന്നപ്പോൾ ഈ പൈസ മെഷീനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ ആ പൈസ എടുത്ത് എണ്ണി നോക്കിയപ്പോൾ 10,000 രൂപ ഉണ്ട്. ആ പൈസ എടുത്ത് ഞാൻ കൈ മാറ്റി വെച്ചിട്ട് ഈ പുള്ളിയുടെ 11,000 രൂപയും എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞപ്പം ഈ പുള്ളി എന്നോട് പറഞ്ഞു എൻ്റെ ഈ പൈസ തന്നേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് ഞങ്ങളുടെ സ്റ്റാൻഡ് അടുത്തുള്ള ATM അല്ലേ, ആരെങ്കിലും വന്ന് ചോദിച്ചാലും ഞങ്ങളോടല്ലേ ചോദിക്കുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ബാങ്കിൽ ഏൽപ്പിച്ചോളാം. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ബാങ്കിൽ ചെന്ന് ഈ പിന്നെ മാനേജറെ ഇത് ചെന്നപ്പോൾ മാനേജർ ഹിന്ദി കാനറ ബാങ്കിന്റെ ATM ഓടുന്നത് മർത്തോമായുടെ ജംഗ്ഷന്. പിന്നെ കാനറ ബാങ്കിന്റെ ATM ആണ് അവിടെ ഉള്ളത്. പിന്നെ അവരുടെ ബാങ്കിൽ തന്നെയാണ് റാന്നി ബ്രാഞ്ചിൽ കൊണ്ടുവന്ന് ഈ പൈസ കൊടുത്ത്. അപ്പം പിന്നെ മാനേജരെ കണ്ടപ്പം മാനേജർക്ക് ഹിന്ദിയാണ്. അപ്പം നമുക്ക് ഹിന്ദി വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ആളുമായിട്ട് സംസാരിച്ചപ്പം കൗണ്ടറിൽ കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പം ആദ്യം അവർ പറഞ്ഞു റെസിപ്റ്റ് തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു റെസിപ്റ്റ് തരത്തില്ല, പൈസയും തരത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ പൈസ നന്നായിട്ട് തെളിവില്ലെങ്കിൽ ഞാൻ കള്ളനായി പോകും. അതുകൊണ്ട് പൈസ തരുവാണെങ്കിൽ റെസിപ്റ്റ് എനിക്ക് വേണമെന്ന്. പിന്നെ അവർ പിന്നെ എഴുതി റെസിപ്റ്റ് എനിക്ക് തന്നു. ഞാൻ പൈസ അവിടെ ഏൽപ്പിച്ചു പോകുന്നു. ഇന്നലെ ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആലപ്പുഴക്കാരായിരുന്നു പൈസയുടെ ഉടമസ്ഥ, അതുകൊണ്ട് അവർക്ക് പൈസ തിരിച്ച് വിഡ്രോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് പത്രത്തിലും കൊടുത്തായിരുന്നു. കാരണം ഏതെങ്കിലും പാവങ്ങളുടെ വല്ലതും ആണെങ്കിൽ എടുക്കാൻ അറിയാൻ വയ്യാത്തവരോ എന്തെങ്കിലും ആണെങ്കിൽ അവരിന്ന് അറിഞ്ഞോട്ടൊന്നും കണ്ട് ഞാൻ പത്രത്തിലും ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു ഫോൺ നമ്പർ എന്നെ വിളിച്ചു. അല്ല അത് നമുക്കറിയത്തില്ല, ബാങ്കിൽ നിന്നാന്ന് പറഞ്ഞു. അല്ല, എനിക്ക് ഇതിന് മുമ്പും കിട്ടിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഈ പേരുച്ചാലിൽ ഒരാളെ പിന്നെ അന്ന് 25,000 രൂപ ഒരു സ്വർണ്ണമാലയും പെരുച്ചാലിൽ അത് പുള്ളി മാമുക്ക് കിടന്നുകൊടുന്ന ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. പുള്ളി ശാലം മദ്യപിച്ച് വന്ന് വണ്ടി മറിഞ്ഞ് ആ റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട. അപ്പം ഞാനിത് എടുത്ത് അന്ന് പിന്നെ പുള്ളിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. ചേട്ടൻ എത്ര വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്നുണ്ട്? ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 25 വർഷത്തിൽ മേലായി. 25 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്നുണ്ട്. അപ്പൊ 25 വർഷത്തിനിടയിൽ ഈ വക നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റും. ഞാൻ എന്നെ കഴിവത് പിന്നെ എത്രയോ പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നറിയോ. ഓരോരുത്തർ അസുഖം വന്നായാലും എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള ഓട്ടോക്കാരും ഉണ്ട് ഞങ്ങളുടെ റാന്നിയിൽ എന്ന് പറയാൻ വളരെ അഭിമാനമുണ്ട് കേട്ടോ. വളരെ അഭിമാനം എന്ന് വെച്ചാൽ വളരെ അഭിമാനമുണ്ട്. ഒരു പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു, പക്ഷേ അതിനകത്ത് ആളുടെ ഡീറ്റെയിലോ കാര്യങ്ങളോ മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ പേരും അഡ്രസ്സും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ഒരാൾ, അതായത് 10,000 രൂപ കളഞ്ഞു കിട്ടിയ ആളാണ് ഇപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്നത്. കണ്ടോ, നിങ്ങൾ കണ്ടോളൂ. വണ്ടിയുടെ പേരെന്ന് പറയുന്നത് ഹരിമോൻ ഉണ്ണിമായ കാശിനാഥൻ എന്നൊക്കെയാണ് വണ്ടിയുടെ പേര്. അപ്പം നമ്മുടെ പേട്ടയിൽ കിടന്ന് ഓടുന്നതാണ്. ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട് ചേട്ടൻ്റെ ആ നല്ല മനസ്സിന്. ഓക്കെ, താങ്ക് യു. അപ്പം ചേട്ടനെ പുറം ലോകം അറിയണം. കാരണം ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ചേട്ടനെ പുറം ലോകം അറിയണം. അപ്പം ബീച്ചേട്ടനാണ് ചേട്ടൻ്റെ പേര്. അപ്പം നിങ്ങൾ ഈ ഓട്ടോയോ അല്ലെങ്കിൽ ചേട്ടനെ എവിടെ വെച്ചാലും കാണുവാണെങ്കിൽ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.